ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചന്ദ്ര വന്നിട്ട് രവീനോടായിട്ട് പറയുന്നുണ്ട്, രവിയേട്ട നിങ്ങൾ എൻ്റെ അന്യനെ പോലെ നിൽക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ ചെറുക്കൻ്റെ അച്ഛനല്ലേ നിങ്ങൾ, അതേ മധുസൂദനൻ നോക്കുക. അദ്ദേഹം എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്കായിട്ട് വിളിച്ച് ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചടങ്ങിന് വന്നിരിക്കുന്നവരെ ക്ഷണിക്കേണ്ട ഒരാളല്ലേ രവിയേട്ട, രവിയേട്ടനെ ഇങ്ങനെ മാറി നിൽക്കുന്നത്. അതുമാത്രമല്ല മധുസൂദനെ കണ്ടില്ല, അദ്ദേഹം നമ്മൾ വന്ന സമയത്ത് വളരെ മാന്യമായ രീതിയിലാണ് പെരുമാറിയത്. പണ്ടത്തെ പോലെ അദ്ദേഹത്തിന് നമ്മളോട് ദേഷ്യമൊന്നുമില്ല. അദ്ദേഹത്തോട് പോയി സംസാരിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ചന്ദ്ര അവിടെ നിന്ന് പോവാണ് കേട്ടോ. ചന്ദ്ര പോയതിന് ശേഷം അശോകനോട് രവി പറയുന്നുണ്ട്, ഒന്നുമില്ല ചന്ദ്ര പറഞ്ഞത് നേരെ തന്നെയാണ്, ഞാനിങ്ങനെ മാറി നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് രവി അങ്ങോട്ട് പോകാനെടുക്കുന്ന സമയത്ത് സച്ചി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. വേഗം തന്നെ രവി പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കുക, വലിയ താമസമില്ലാതെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് രവി അവിടെ നിന്ന് പോകുന്നത്. രവി പോയതിന് ശേഷം എല്ലാവരും പോയി, ഞാൻ മാത്രമായി എന്തായാലും മിണ്ടാതിരിക്കാം, അടങ്ങി ഒതുങ്ങിയിരുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സച്ചി അവിടെ ഇരിക്കുന്ന സമയത്താണ് ദാമു വന്ന് വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന സമയത്ത് മനസ്സിലായി എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് ദാമു. അല്ല ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ലെന്നില്ലേ, അപ്പം എനിക്ക് നിങ്ങളെ മനസ്സിലായി എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ദാമു പറയും, ഇതുപോലെ തന്നെയായിരുന്നു അന്ന് ബാറിൽ വന്ന് പരിചയപ്പെട്ടപ്പോഴും വളരെയധികം തമാശയായിരുന്നു എന്നൊക്കെ ദാമു പറയുമ്പോഴത്തേക്കും ദാമുവിനൊന്ന് സൂക്ഷിച്ചു നോക്കട്ടെ സച്ചി. അതിനുശേഷം ദാമു വീണ്ടും പറയുന്നുണ്ട്, എന്നെ മനസ്സിലായില്ലേ, നമ്മൾ തമ്മിൽ ഒരു തവണ അശോക് ബാർ വെച്ച് ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ എനിക്ക് ഓംലേറ്റ് മേടിച്ചു കൊടുന്നു, ആ ഒരു കണക്ക് ഇപ്പോഴും കിടക്കുകയാണ്, അതിന് പ്രതിഫലമായിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ ദാമു പറയുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് ചെയ്തതിൻ്റെ കണക്ക് ഞാൻ ഒരിക്കലും സൂക്ഷിച്ചു വെക്കാറില്ല, അത് സന്തോഷത്തോടു കൂടി ഞാൻ നൽകുന്നെങ്കിൽ ഒരിക്കലും തിരിച്ചു മേടിക്കാറുമില്ല എന്നൊക്കെയാണ് സച്ചി പറയുകയാണ്. ഈ ഒരു സമയത്ത് ദാമു പറയുന്നുണ്ട്, ശരിക്കും സച്ചിയുടെ അച്ഛൻ്റെ തനി സ്വഭാവമാണ് നിനക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ഒന്ന് ഞെട്ടുവാട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പേരെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതല്ലേ ഞാൻ പറഞ്ഞത് നമ്മളൊന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെന്ന്. സച്ചി ശരിക്കും ഓർത്ത് നോക്കിയെന്ന് പറയാണ്ട്. അപ്പോൾ സച്ചിയുടെ പേര് അതുപോലെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സച്ചിക്ക് തോന്നുകയാണ് എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന്. പക്ഷേ എത്ര ആലോചിച്ചിട്ട് സച്ചിക്ക് ആളായിട്ട് പിടികിട്ടുന്നുമില്ലേ. ഇതേ സമയം തന്നെ രവിയാകട്ടെ മധുസൂദനോട് സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് മധുസൂദനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ രവിനെ. പെട്ടെന്ന് തന്നെ അശോകൻ രവിയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്യാൻ തന്നെ ഇരിക്കുവാണല്ലോ രവി എന്ന് പറയുമ്പോഴത്തേക്കും അതും അദ്ദേഹത്തിന് പണ്ടത്തെ സ്വഭാവം തന്നെയല്ല അശോക, പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന സമയത്തും അദ്ദേഹം നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുള്ള ആ ഒരു സ്വഭാവം തന്നെ ഇവിടെ കാണിച്ചു എന്നൊക്കെ രവി പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, മധുസൂദൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അച്ഛനാണ് ഞാൻ, ആ ഒരു സ്ഥാനം പോലും മധുസൂദൻ എനിക്ക് തരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അശോകൻ പറയുന്നുണ്ട്, മധുസൂദനോട് സംസാരിച്ചിട്ടിരിക്കുന്ന വ്യക്തി നിനക്ക് മനസ്സിലായ രവി എന്ന് ചോദിക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും മനസ്സിലായി, നമ്മളുടെ സർവീസിലുണ്ടാകുന്ന സമയത്ത് ഹെഡ് ഓഫീസിൽ നിന്ന് സാറല്ലേ എന്ന് നമ്മുടെ രവി ചോദിക്കാണ്ടോ. ഈ ഒരു സമയത്താണ് മധുസൂദനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം രവിയെ കാണുന്നത്. പെട്ടെന്ന് തന്നെ രവിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, രവിക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ സാറിനേക്ക് എനിക്ക് മറക്കാൻ പറ്റുമോ, സാറെന്നെ മറന്നുപോയി എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു സർവീസിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരാളല്ലേ രവിനെയൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ. എന്തായാലും മധുസൂദന നിങ്ങളെടുത്തത് നല്ല തീരുമാനമായി, നിങ്ങളുടെ മകളെ രവിയുടെ മകനെ കൊണ്ട് കെട്ടിച്ചെല്ലുക, അതും സ്ഥാനമൊന്നും നോക്കാതെ തന്നെ എന്നൊക്കെ ഇദ്ദേഹം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടെന്താണ് സാർ, കുപ്പത്തൊട്ടിൽ കിടക്കേണ്ടവർക്ക് സ്വർണ്ണ മാളികയിൽ എത്തിയ അവസ്ഥയായിപ്പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ മധുസൂദനൻ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും വേഗം തന്നെ രവിയുടെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. അതിന് ശേഷം മധുസൂദനൻ വലിയ ഹെഡ് ഓഫീസിൽ സാറിനോടായിട്ട് പറയുന്നത്, നമുക്ക് അങ്ങ് മാറി നിൽക്കാം, ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട് അവരോടായിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് അശോകൻ പറയുന്നുണ്ട്, എന്താ മധുസൂദനൻ അങ്ങനെ സംസാരിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അശോക, ഇതൊക്കെ കേട്ടിട്ട് ജീവിതം മുന്നോട്ട് പോവുമെങ്കിൽ ഇത് കേട്ട് തന്നെ മതിയാവുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകളെയല്ലേ എൻ്റെ മകൻ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, കുപ്പത്തൊട്ടി ഉദ്ദേശിച്ചത് നമ്മളെ തന്നെയാണ്. അപ്പോൾ മണിമാളികയിലുള്ള അദ്ദേഹത്തിൻ്റെ മകളെ എൻ്റെ മകൻ സ്വന്തമാക്കി എന്നാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ രവി വളരെയധികം സങ്കടത്തോടെ തന്നെ പറയാം കേട്ടോ. കൂടുതൽ തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു കാര്യം സച്ചി കേൾക്കാൻ നന്നായി, അവൻ കേട്ടിരുന്നത് വളരെയധികം പ്രശ്നമായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ വരാത്തതിൻ്റെ സങ്കടത്തിലാണ് നമ്മുടെ ചന്ദ്രയുള്ളത്. ഈ ഒരു സമയത്ത് ബാമ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര അസുഖമായിട്ട് ശ്രുതിയുടെ അച്ഛൻ വരാതെ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പം ശരിയായി സമയം വൈകുന്നോറും ആകെ പ്രശ്നം കൂടിക്കൂടി വരികയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത്. മഹിമ വന്നുടനെ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര ശ്രുതിയുടെ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി ശ്രുതി അവിടെ ഇതുവരെ റെഡിയായില്ലേ എന്ന് ചോദിക്കുമ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം തന്നെ വരും, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ ചന്ദ്ര പറയുകയാണ്. എന്തായാലും പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ചടങ്ങുകളൊക്കെ നടത്തണമെന്ന് മഹിമ വേഗം തന്നെ പറയുന്ന സമയത്ത് എന്ത് പ്രശ്നമെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വായിൽ നിന്ന് കൈവിട്ട വാക്കിനെ കുറിച്ച് നമ്മുടെ മഹിമ
ഒന്ന് പരുങ്ങാട്ടെ എന്നിട്ട് പറയുന്നുണ്ട്, അതല്ല ഈ ഓരോ ചടങ്ങിനൊക്കെ ഓരോ സമയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിന് മുന്നേ നടത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന എല്ലാം തന്നെ നമ്മുടെ സച്ചി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര അവിടെ നിന്ന് നേരെ രവിയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, രവിയേട്ട എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്, ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രവിനെയും കുട്ടിക്കൊണ്ടും മാറി എന്നിട്ട് പറയുകയാണ്, നമുക്ക് ആദ്യം വർഷയുടെ ചടങ്ങ് നടത്താമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയല്ലേ മൂത്ത, അപ്പോൾ അവക്കടെ ചടങ്ങല്ലേ നടത്തേണ്ടത് രവി ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, മുതിർന്ന ശ്രുതിയൊക്കെ തന്നെ, പക്ഷേ ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ, അദ്ദേഹത്തിന് ഈ ഒരു ചടങ്ങ് കാണാൻ താല്പര്യം ഉണ്ടാവില്ലേ, കല്യാണത്തിന് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അല്ല വരുന്നു എന്നല്ലാതെ അദ്ദേഹം ഇതുവരെ വന്നു കണ്ടില്ലല്ലോ എന്ന് രവി മറുപടി പറയുന്നുണ്ട്. എന്തായാലും വരുമെന്നല്ലേ ശ്രുതി പറഞ്ഞ് വരാതിരിക്കില്ല, അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അച്ഛൻ വന്നിട്ട് ശ്രുതിയുടെ ചടങ്ങ് നടത്തിയാൽ മതി, ആദ്യം നമുക്ക് വർഷയുടെ ചടങ്ങ് നടത്താമെന്ന് പറയുക കേട്ടോ. പെട്ടെന്ന് രവി പറയുന്നുണ്ട്, ഇതെന്തായാലും നല്ല തീരുമാനമാണ്, നീ എന്തായാലും ആദ്യമായിട്ട് എന്നോട് തീരുമാനിച്ചൊരു ഒരു കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ തോന്നിയല്ലോ, അത് തന്നെ വളരെ നല്ല കാര്യം, ആദ്യം എന്തായാലും വർഷയുടെ ചടങ്ങ് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അവിടെ ഉണ്ടാവട്ടെ. ശ്രുതി വേണമെന്ന് പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, സീനിയർ ശ്രുതിയല്ല, അപ്പോൾ ശ്രുതിയുടെ ചടങ്ങല്ല ആദ്യം നടത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഈ ഒരു കാര്യത്തിൽ ജൂനിയറാണ് നിന്റെ ഭാര്യ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവക്കളുടെ അച്ഛൻ വരാതെ എന്തെങ്കിലും ചടങ്ങുകളും നടത്താൻ പറ്റുകയില്ല, ആദ്യം വർഷയുടെ തന്നെ നടത്താമെന്ന് നമ്മുടെ ചന്ദ്ര പറയുമ്പോഴത്തേക്ക് ശ്രുതിക്കാകെ വിഷമാവും കേട്ടോ. ഇതേ സമയം തന്നെ മീര ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി നിന്റെ ചടങ്ങല്ല ആദ്യം നടക്കുന്നത്, വർഷയുടെ ചടങ്ങാണെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത്, നിന്റെ അച്ഛൻ വന്നിട്ട് ചടങ്ങ് നടത്താമെന്നാണ് ചന്ദ്രാൻ്റെ പറയുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണെന്ന് പറയുമ്പോഴത്തേക്കും, ഇവരെ കൊണ്ട് ഞാൻ തോട്ടില്ല, എൻ്റെ അച്ഛൻ വരുന്നതിന് വേണ്ടിയിട്ടല്ല അവർ വെയിറ്റ് ചെയ്യുന്നത്, എൻ്റെ അച്ഛൻ കൈ നിറച്ച് എന്തൊക്കെ കൊണ്ടുവരുന്നുള്ള വെയിറ്റിങ്ങിലാണ് അവർ നിൽക്കുന്നതെന്നൊക്കെ ശ്രുതി മീരയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വന്നത്. ശ്രുതി വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, ശ്രുതി നീ അറിഞ്ഞില്ലേ, നമ്മുടെ ചടങ്ങല്ല വർഷയുടെ ചടങ്ങാണ് ആദ്യം നടത്താൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ അറിഞ്ഞു എന്ന് ശ്രുതി പറയുന്നുണ്ട്. നിനക്കെന്താ വിഷമമായില്ലേ, നമുക്ക് നമ്മുടെ ചടങ്ങ് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെയാണ് ശ്രുതി പറയുന്ന സമയത്ത്, എന്തിന് വിഷമിക്കണം, ചടങ്ങ് നടത്തുന്നതിന് അവരുടെ വീട്ടുകാരല്ലേ, അപ്പോൾ അവരുടെ മകളുടെ ചടങ്ങ് തന്നെ ആദ്യം നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നത്, നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു ശ്രുതി, നിന്റെ അച്ഛൻ കാരണമാണ് ഇപ്പോൾ ചടങ്ങ് രണ്ടാമതായി പോയത്, ഇനിയിപ്പോൾ ആർക്കറിയാം അയാൾ വരുമോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്ന സമയത്ത് ശ്രുതി പറയുകയാണ്, ഞാനെന്താ നുണ പറയുകയാണെന്നാണ് ശ്രുതി പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇത്ര ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യേ, അച്ഛൻ ഏത് ഫ്ലൈറ്റിൽ എവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്നെങ്കിലും പറയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഒന്നും ഞെട്ടാണ്. എന്നിട്ട് പറയുന്നത്, ശ്രുതി നീയൊന്നും മിണ്ടാതിരിക്കുക, എന്തായാലും അച്ഛനെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് സമാധാനം എന്നുള്ള ശ്രുതി പറയാതെ, ഞാൻ എന്തായാലും എയർപോർട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ, മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എയർപോർട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ നമ്മുടെ ശ്രുതിയുടെ നല്ല കാര്യമെന്ന് പറയട്ടെ, എയർപോർട്ടിൽ ആരും തന്നെ കോള് അറ്റൻഡ് ചെയ്യുന്നില്ല. കോള് കട്ട് ചെയ്തതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, അവിടെ ആരും തന്നെ കോള് കട്ട് ചെയ്യുന്നില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തായാലും വരുന്ന പോലെ തന്നെ വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ദേഷ്യത്തിലാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം തന്നെ ചന്ദ്ര മഹിമയെ കണ്ടിട്ട് പറയുന്നുണ്ട്, ആദ്യം നമുക്ക് വർഷയുടെ ചടങ്ങ് നടത്താമെന്ന് പറയുമ്പോഴത്തേക്കും, അല്ല ആദ്യം ശ്രുതിയുടെ ചടങ്ങ് നടത്താമെന്നല്ലേ ചന്ദ്ര ആദ്യം പറഞ്ഞിരുന്നത്, ഇപ്പം എന്താ നീ ഇങ്ങനെ മാറ്റി പറയുന്നതെന്ന് ചോദിക്കുമ്പം, അല്ല ചടങ്ങുകളൊക്കെ നടത്തുന്നത് നിങ്ങളല്ല, അപ്പോൾ അതും വർഷയുടെ ചടങ്ങ് തന്നെ നടക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെയാണ് ചന്ദ്ര പറയുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് കേട്ടോ മഹിമ അവിടെ നിന്ന് പോകുന്നത്. മഹിമ അവിടെ നേരെ ചെല്ലുന്നത് ശ്രുതിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ആദ്യം നടത്തുന്ന വർഷയുടെ ചടങ്ങാണ്, നീ അറിഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ അറിഞ്ഞിരുന്നു ആൻറ്റി എന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും, നിനക്കതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് മഹിമ ചോദിക്കുന്നുണ്ട്. എനിക്കെന്ത് ബുദ്ധിമുട്ടാ ആൻറ്റി, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, എൻ്റെ അച്ഛൻ വന്ന് ചടങ്ങ് നടത്താമെന്നാണ് ചന്ദ്രാൻറ്റി പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത്, അതായിരുന്നല്ലേ കാര്യം, അതിന് വേണ്ടിയിട്ടായിരുന്നില്ല അവൾ രണ്ടാമതായിട്ട് നിന്റെ ചടങ്ങ് വെച്ചത്, അപ്പോൾ എന്നോട് പറഞ്ഞൊന്നും സത്യമല്ലായിരുന്നല്ലേ എന്ന് മഹിമ പറയുമ്പോഴത്തേക്കും ശ്രുതിയും മീരയും പരസ്പരം നോക്കുന്നുണ്ട്. അതിനുശേഷം മഹിമ വീണ്ടും പറയുകയാണ്, എന്തായാലും വർഷയുടെ ചടങ്ങ് നടക്കാൻ പോവുകയാണ്, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നാലും നിങ്ങൾ റെഡി ആയിട്ടൊക്കെ നിൽക്കണേയല്ലേ, അപ്പോൾ ആ വർഷയുടെ ചടങ്ങ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിന്റെ ചടങ്ങ് നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതറി നിൽക്കുന്നതാണ് ശ്രുതി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.